ഉത്തര കേരളത്തിലെ തീയ സമുദായത്തിൽപ്പെട്ട കണ്ണൻ എന്നൊരാൾ അന്നാട്ടിലെ നായർ പ്രമാണിയായ കുറുവാട്ടുകുറുപ്പ് എന്നൊരാളുമായി കുടുംബ പ്രശ്നങ്ങളുണ്ടായി. ആ കുടുംബ പ്രശ്നങ്ങളുടെ അസ്വാരസ്യത്തിൽ നാട് വിട്ട് കണ്ണൻ മംഗലാപുരത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അയാൾ മംഗലാപുരത്തിനടുത്തുള്ള കോയിൽ കുറുപ്പാടി എന്ന സ്ഥലത്തെത്തുകയും അവിടെ നരസിംഹമൂർത്തിയുടെ ഉപാസകയായിരുന്ന ഒരു സ്ത്രീയുടെ സഹായിയാവുകയും ചെയ്തു. നരസിംഹമൂർത്തിക്ക് നേരിക്കുന്ന പാൽപ്പായസം അല്ലെങ്കിൽ പാലമൃതുണ്ടാക്കുന്ന ജോലി ആ സ്ത്രീ കണ്ണനെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ജോലിയിലുള്ള കണ്ണൻ്റെ ആത്മാർത്ഥതയും നരസിംഹമൂർത്തിയുള്ള കണ്ണൻ്റെ ഭക്തിയും വിശ്വാസവും കണ്ട് ബോധ്യം വന്ന നരസിംഹമൂർത്തി കണ്ണന് മുന്നിൽ വിളിച്ചപ്പെടുകയാണ് ഉണ്ടായത്. ഒരു രാത്രിയിൽ കണ്ണൻ ഭഗവാനെ സ്വപ്നം കാണുകയും ഭഗവാന്റെ വെള്ളറക്കുടയും മൂർത്തിയുടെ ആയുധമായ ചുരുകയും കൊണ്ട് നീലേശ്വരത്തേക്ക് യാത്ര തിരിച്ചു. ഇതറിഞ്ഞ കുറുവാട്ടുകുറുപ്പിൻ്റെ അനുയായികൾ കവായിക്കുളം എന്ന സ്ഥലത്ത് വെച്ച് കണ്ണനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൻ്റെ ഭക്തനെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമെന്നോണം നരസിംഹമൂർത്തി കുറുപ്പിൻ്റെ കുടുംബത്തെ ഒന്നാകെ നശിപ്പിച്ചു. ഇതിന് പ്രതിവിധി കാണുവാൻ കുറുവാട്ടുകുറുപ്പിൻ്റെ കുടുംബം പ്രശ്നചിന്തകൾ നടത്തുകയും ഇതിന് പ്രതിവിധി നടപ്പാക്കിയില്ലെങ്കിൽ കുടുംബം മുച്ചൂടും മുടിയുമെന്ന പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വന്നു. മലയ സമുദായത്തിൽപ്പെട്ട പാലായി പരപ്പൻ എന്ന കാരണവർക്ക് നരസിംഹമൂർത്തിയെ കെട്ടി ആരാധിക്കണമെന്ന് ഉറക്കത്തിൽ സ്വപ്നദർശനമുണ്ടായി. ഇതിൻ്റെ ഫലമായി ഇന്നും ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലും തറവാട്ട് കാവുകളിലുമൊക്കെ വിഷ്ണുമൂർത്തിയുടെ ദൈവക്കോലം കെട്ടിയാടാറുണ്ട്. ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള വിഷ്ണുമൂർത്തിയുടെ നിറ സാന്നിധ്യവും ഇന്നുമുണ്ട്.